കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ അർഹതയുള്ളവർക്ക് അംഗത്വം നൽകുന്നില്ലെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ. അംഗത്വമുള്ളവർ അത് പുതുക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും അസോസിയേഷന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പുതിയ അംഗത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഒരു കാലത്ത് ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന കളരി ഗുരുക്കന്മാർ അവർ മത്സരത്തിലൊക്കെ പങ്കെടുത്തവർക്കൊന്നും മെഡലുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അസോസിയേഷന് വിടവാങ്ങി. ഇപ്പോൾ നമ്മൾ നല്ല ആകർഷകമായതുകൊണ്ട് പിൻവാതിലൂടെ ഇടിച്ചു കയറുക, ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസിൽ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആർക്കും അംഗത്വം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. 30 വയസ്സ് തികഞ്ഞ പഠിപ്പ് തികഞ്ഞ നല്ല അഭ്യാസമായ ഗുരുക്കന്മാർക്ക് ഞങ്ങൾ അംഗത്വം കൊടുക്കുന്നുണ്ട്. അത് ഈ പ്രസ് റിലീസിൽ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2022 വരെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ, മറ്റു ജില്ലയിലൊക്കെ എല്ലാ ജില്ലയിലും അംഗത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ അംഗീകൃത അസോസിയേഷനെതിരായിട്ട് സംഘടിച്ച് കുറേ വ്യാജ സംഘടനകൾ, കടാസ സംഘടനകൾ ഇപ്പോൾ പ്രവർത്തനം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. അർഹരായ ഗുരുക്കന്മാർക്ക് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ എല്ലാ വർഷവും അംഗത്വം നൽകുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 30 വയസ്സ് തികഞ്ഞവരും നല്ല കളരി അഭ്യാസിയും ചികിത്സകനും മതേതര ചിന്താഗതിയുള്ളവർക്കുമാണ് അംഗത്വം നൽകുന്നത്. ഓരോ ജില്ലാ കമ്മിറ്റിയിലെയും 3 അംഗ ഗുരുക്കന്മാരുടെ കമ്മിറ്റി പുതിയ അപേക്ഷകൾ പരിഗണിക്കും. കളരി സന്ദർശിച്ച് ഗുരുക്കൾ തികഞ്ഞ അഭ്യാസിയാണെന്ന് ബോധ്യപ്പെട്ടാലാണ് അംഗത്വം നൽകുന്നത്. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കളരിപ്പയറ്റല്ലാതെ മറ്റ് അഭ്യാസമുറകൾ പരിശീലിപ്പിക്കുന്നവരെയും നാട്ടുവൈദ്യന്മാരെയും കേരള കളരിപ്പയറ്റ് അസോസിയേഷനിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറന്തള്ളിയവരെയും ചേർത്ത് ബദൽ സംഘടനയുണ്ടാക്കിയവരാണ് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്കെതിരായി വ്യാജ പ്രചരണം നടത്തുന്നത്. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേട്ടങ്ങളിൽ അസൂയ കൊണ്ട് വ്യാജ സംഘടനകൾ കേരള കളരിപ്പയറ്റ് അസോസിയേഷനിലേക്ക് നുഴഞ്ഞു കയറുവാൻ ഉപയോഗിക്കുന്ന കുറുക്കുവഴികളാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളെന്നും കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK രാജഗോപാൽ, ഭാരവാഹികളായ PC മുരളീധരൻ ഗുരുക്കൾ, കൃഷ്ണദാസ് ഗുരുക്കൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.